വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം മാറ്റിവെച്ചു. മറ്റന്നാൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മാർച്ച് 1 മാറ്റിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ ശ്രീജിത്ത്, വയനാട് നിന്ന് കാളിദാസൻ, ദേവദത്തം എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ആർ ശ്രീജിത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ശ്രീജിത്ത്, വളരെ കൊട്ടിഘോഷിച്ച് ഒരു തീരുമാനമുണ്ടായതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നു 25-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ താക്കോൽ കൈമാറ്റം നടക്കുമെന്നുള്ള കാര്യം. ഇപ്പോഴത് 1-ാം തീയതിയിലേക്ക് മാറ്റിയെന്നറിയുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം? അമൃത, ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം താക്കോൽദാനം നീട്ടിയതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സാങ്കേതിക കാരണങ്ങളാൽ പണികൾ പൂർത്തിയാകാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇത്തരമൊരു തീയതി നീട്ടിവെക്കാൻ കാരണമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. എന്നാൽ സർക്കാർ ഇതുവരെ ഈ നീട്ടിവെക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ റവന്യൂ വകുപ്പ് അടക്കമുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. 25-ാം തീയതി മുഖ്യമന്ത്രി വയനാടെത്തി ഈ താക്കോൽദാനം നിർവഹിക്കാനായിരുന്നു തീരുമാനിച്ചത്. ഇതിന് മുന്നോടിയായി ആർക്കൊക്കെയാണ് വീടുകൾ എന്നതിൻ്റെ നറുക്കെടുപ്പ് നടന്നു. അങ്ങനെ ഈ ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന വീടുകളുടെ നമ്പറുകൾ ഏതാണെന്ന കാര്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിൽ ബുധനാഴ്ച ആഘോഷമായി ഈ താക്കോൽദാനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഈ തീയതി നീട്ടുന്നതായിട്ടുള്ള വിവരം ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. മാർച്ച് 1 ഉദ്ഘാടന തീയതി മാറ്റിയിരിക്കുന്നത്. നിശ്ചയിച്ചിൽ നിന്ന് 3 ദിവസം വൈകിയാണ് പരിപാടികൾ നടക്കാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും വയനാട് ടൗൺഷിപ്പിന്റെ താക്കോൽദാനം നീട്ടിവെച്ചിരിക്കുന്നു. മാർച്ച് 1 ഈ താക്കോൽദാനം ഇനി നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത്, ഇതിപ്പോൾ ടൗൺഷിപ്പിലേക്ക് വന്നാൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വളരെ വേഗത്തിൽ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ അവർക്ക് വീടുകൾ നൽകും, അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പാർപ്പിക്കുമെന്നൊക്കെയാണ് നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ഇതനുസരിച്ചാണെങ്കിൽ 1-ാം തീയതി തന്നെ ഇനി അടുത്ത ക്രമീകരണം ഉണ്ടാകും, അല്ലെങ്കിൽ 1-ാം തീയതി തന്നെ താക്കോൽദാനം ഉണ്ടാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? അമൃത, തെരഞ്ഞെടുപ്പ് തീയതി ഫെബ്രുവരി 26 അകം പ്രഖ്യാപിക്കുമെന്നൊരു ധാരണ നേരത്തെ സർക്കാരിനും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ കേരള സന്ദർശനവും മറ്റും ഇന്നലെയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. മാത്രമല്ല, കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇനി ഈ തരത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിസിറ്റും മറ്റും നടക്കാനുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 2-ാം വാരത്തിലേക്ക് വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാരിന്റെ അനുമാനം. അതുകൊണ്ട് തന്നെ പണികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് കുറ്റമറ്റ രീതിയിൽ വീടുകൾ കൈമാറുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് തീയതി നീട്ടിവെച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകാനും സാധ്യതയുണ്ട്. ഉദ്ദേശിച്ചതിലും വൈകിയാണെങ്കിൽ കുറച്ചുകൂടി സാവകാശം സർക്കാരിന് വീടുകൾ കൈമാറുന്ന കാര്യത്തിൽ ലഭിക്കും. അപ്പോൾ കൂടുതൽ വീടുകൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് താക്കോൽദാനം നിർവഹിക്കാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് തീയതി നീട്ടിവെച്ചെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മാർച്ച് 1 അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് 1 താക്കോൽദാനം നിർവഹിക്കാനുള്ള തീരുമാനമാണ്. അതിന്റെ ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പും നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് വയനാട്ടിലെത്തിയാണ് ഈ നറുക്കെടുപ്പ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി നേരിട്ടെത്തി ആഘോഷപൂർവ്വം താക്കോൽദാനം നിർവഹിക്കാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ തീയതി നീട്ടിവെക്കുന്നത്. എന്തായാലും മാർച്ച് 1 തന്നെ ഈ ചടങ്ങ് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ശ്രീജിത്ത് തുടരും. ശ്രീജിത്തിലേക്ക് മടങ്ങിയെത്താം. വയനാട് നിന്ന് കാളിദാസൻ, ദേവദത്തം കൂടി തത്സമയം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. കാളിദാസൻ, വളരെ ആഘോഷപൂർവ്വം നടത്താനിരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ അതൊക്കെ എത്രത്തോളം എത്തിയിട്ടുണ്ടായിരുന്നു? അമൃത, അതുതന്നെയാണ്. ഈ 25-ന് നടക്കാനിരുന്ന ചടങ്ങാണ് ഇപ്പോൾ 1-ാം തീയതിയിലേക്ക്, ആ ഉദ്ഘാടന ചടങ്ങ് ആദ്യഘട്ട താക്കോൽ കൈമാറ്റം 1-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 1-ാം തീയതി 3 മണിക്കാണ് ഇപ്പോൾ പുതിയ മാറ്റിവെച്ചത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. മറ്റന്നാളാണ് ഫെബ്രുവരി 25-ന് നടക്കാനിരുന്ന ആ ആദ്യഘട്ട താക്കോൽ കൈമാറ്റ ചടങ്ങ്. മുഖ്യമന്ത്രി നിർവഹിക്കാനിരുന്ന ആദ്യഘട്ട താക്കോൽ കൈമാറ്റ ചടങ്ങ് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. എൻ്റെ പുറകിൽ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത്, ഇവിടെ ഈ ചടങ്ങിനായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വേദിയാണ്. ഈ ടൗൺഷിപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഇതിൻ്റെ പുറകിലായിട്ട് തന്നെ ഈ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ കാണാം. പല സോണുകളിലായി തിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സോണുകളിലുമായി നിരവധി ആളുകൾക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ ആദ്യഘട്ട താക്കോൽ കൈമാറ്റത്തിനായി 178 ഗുണഭോക്താക്കളെയാണ് എടുത്തിരുന്നത്. ആ 178 ഗുണഭോക്താക്കളുടെയും പല വീടുകളും ഒക്കെ തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുരോഗമിക്കുന്ന നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയായിരിക്കും ഈ മറ്റന്നാൾ നടക്കാനിരുന്ന ഉദ്ഘാടന ചടങ്ങ് 1-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്.
നൽകേണ്ടതുണ്ട് അമൃത. 178 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് കൈമാറ്റം നടത്താനിരിക്കുന്നത്. അത് പല സോണുകളിലായിട്ടുണ്ട്. ക്ലസ്റ്റർ, ഓരോ സോണുകളിലും പല ക്ലസ്റ്ററിലായി തിരിച്ചിട്ടുള്ള ഒരു വീട് നിർമ്മാണമാണ്, ഭവന നിർമ്മാണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇപ്പോൾ തന്നെ നിരവധി ഗുണഭോക്താക്കൾ അവരുടെ വീടുകൾ വന്ന് സന്ദർശിച്ച് അവിടെ വേണ്ട കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തന്നെ വന്ന് നോക്കുന്നൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പെയിൻറ്റിംഗ് പണികൾ അടക്കം തന്നെ പുരോഗമിക്കാനുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ താക്കോൽ കൈമാറ്റം, താക്കോൽ ലഭിച്ച ഉടൻ തന്നെ താമസിക്കാൻ വാസയോഗ്യമല്ലാത്തൊരു വിധത്തിലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, ആ വീടിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കണം ഈ ഒരു താക്കോൽ കൈമാറ്റം 25 നിന്നും 1 മാറ്റിയത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാകുന്നു. ഇതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക അറിയിപ്പിലേക്കൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും അധികൃതർ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അറിയിപ്പ് ഉടൻ തന്നെ ലഭിക്കുമെന്നും കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ പണികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 64 ഹെക്ടറിലുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ടൗൺഷിപ്പ് അടക്കം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റമാണ്. 410 പേർക്കാണ് ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായും, അല്ലെങ്കിൽ അത്രത്തോളം ഗുണഭോക്താക്കൾ, അത്രത്തോളം വീടുകൾ നിർമ്മിച്ച് ഇപ്പോൾ അതിലെ ആദ്യ ഘട്ടം എന്നോണം 178 പേർക്ക് വീടുകൾ കൈമാറുന്ന ആ ചടങ്ങ് മറ്റന്നാൾ നടക്കുന്ന മുഖ്യമന്ത്രി നിർവഹിക്കാനിരുന്ന ചടങ്ങ്. അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയാകും എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നടക്കം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു തീയതി മാറ്റം പോലും ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത് അമൃത. ശരി, ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ പറയുകയുണ്ടായല്ലോ. ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം വരുമ്പോൾ അവർക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ആരോപണം ഉന്നയിക്കാൻ കൂടുതൽ കാര്യങ്ങൾ കിട്ടുകയല്ലേ? കാരണം പൂർണ്ണമായും ഈ പ്രവൃത്തികളൊക്കെ ആയ ശേഷം ഉദ്ഘാടനത്തിലേക്ക് കടന്നാൽ പോരെ എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കില്ലേ? അമൃത, വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും ആ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ക്യാമ്പസിൽ നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം എല്ലാ വീടുകളുടെയും നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമാണ്. ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പ് നടക്കുകയും അവർക്ക് വീടുകൾ കൈമാറാൻ തക്ക തരത്തിലുള്ള നിർമ്മാണം പൂർത്തീകരിക്കുകയുമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ 25-ാം തീയതി ഈ താക്കോൽ ദാനം തീരുമാനിച്ചത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇരയായവരുടെ പുനരധിവാസത്തിനുള്ള നടപടികൾ സർക്കാർ എടുത്തു എന്നൊരു പ്രഖ്യാപനം കൂടി അതിലൂടെ നടത്താനാണ് സർക്കാർ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് 25-ാം തീയതി ഇത്തരമൊരു താക്കോൽ ദാന ചടങ്ങ് നിർവഹിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി സാവകാശം എടുത്തുകൊണ്ട് സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റും വൈകാനിടയുള്ളത് കണക്കിലെടുത്താണ് ഈ തീയതി നീട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും. എന്നാൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ സർക്കാരിനെ കാര്യമായി കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കോൺഗ്രസ് മറ്റും വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ തറക്കല്ലിടിയിൽ 26-ാം തീയതി രാഹുൽ ഗാന്ധി നടത്താനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സർക്കാർ മുന്നോട്ട് വെച്ച പുനരധിവാസ പദ്ധതി നിർമ്മാണ ഘട്ടത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് കാര്യമായി ഈ കാര്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ലീഗിൻ്റെ വീടുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ലീഗിൻ്റെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ താക്കോൽ ദാനം 28-ന് നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ലീഗിൻ്റെ വീടുകളായിരിക്കും ആദ്യം ഗുണഭോക്താക്കളിലേക്ക് എത്താൻ പോകുന്നത്. ഇതിപ്പോൾ ഔദ്യോഗികമായി ഈ തീയതി മാറ്റിവെച്ച കാര്യം സർക്കാർ അറിയിച്ചിട്ടുണ്ടോ ശ്രീജിത്ത്? സർക്കാർ വാർത്താക്കുറിപ്പിലൂടെയോ മറ്റോ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. എങ്കിലും സർക്കാർ വൃത്തങ്ങൾ താക്കോൽ ദാനം ചെയ്യുന്ന തീയതി നീട്ടിവെച്ച കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ മാർച്ച് 1 അത് മാറ്റിയ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി പ്രതികരണം വരേണ്ടത് റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവരിലാണ്. ഒരുപക്ഷെ ഈ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത, റവന്യൂ വകുപ്പുമായോ മറ്റോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ ശ്രീജിത്ത്? റവന്യൂ വകുപ്പുമായി കാര്യം സംസാരിച്ചാണ് ഈ തീയതി നീട്ടിവെച്ച കാര്യത്തിൽ സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാലും മന്ത്രി മറ്റൊരു പരിപാടിയിലായതുകൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ഈ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, കാളിദാസൻ കൂടി തുടരുന്നുണ്ട് വയനാട് നിന്ന്. കാളിദാസൻ, ഇപ്പോൾ അവിടെയാണ്, ആ മേഖലയിലാണ്, വീടുകളുള്ള സ്ഥലത്താണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീയതി മാറ്റത്തെക്കുറിച്ച്, നീട്ടിവെച്ചതിനെ കുറിച്ച് അവിടുത്തെ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയോ? അമൃത, മെല്ലെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടേ എന്നുള്ളതും കൂടിയാണ്. കാരണം അവരുടെ പ്രവൃത്തികളുമായി അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് വേദി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വേദികളിലേക്കുള്ള പണികളൊക്കെ തന്നെ, അല്ലെങ്കിൽ വേദി ഒരുക്കുന്ന കാര്യങ്ങൾ, അത്രത്തോളം വലിയൊരു വേദിയാണ്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തന്നെയാണ്. ഈ തൊട്ടുപുറകിൽ തന്നെ ആ ടൗൺഷിപ്പ് അടക്കം കാണാം. അതിൽ നിരവധി വീടുകൾ ഒക്കെ ഇനി വാസയോഗ്യമല്ല, അല്ലെങ്കിൽ ആ വീടുകളുടെയൊക്കെ തന്നെ താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതിൽ എല്ലാ വീടുകളും ഇല്ല, ചില വീടുകളൊക്കെ തന്നെ പണി നടക്കുന്നതുമൊക്കെ തന്നെ നമുക്ക്
കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്കിൽ തന്നെ ചില വീടുകൾ ഏകദേശം പൂർത്തിയായതുമൊക്കെ തന്നെ കാണാം. എന്നാൽ ആ വീടുകളിലൊക്കെ കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ എത്തുമെന്നും കൂടിയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് ഈ ഒരു നറുക്കെടുപ്പ് ചടങ്ങടക്കം അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് അടക്കം നടന്ന സമയത്ത് തന്നെ കൃത്യമായി തന്നെ അന്ന് കളക്ടർ അറിയിച്ചിരുന്നു ഈ താക്കോൽ കൈമാറിയ ശേഷം ആദ്യത്തെ 3 മാസം ഈ കുടിവെള്ളം അടക്കമുള്ള ഇതിനെ സംബന്ധിച്ചുള്ള ഈ തുകയടക്കുന്നതിനെ കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതില്ല. അതെല്ലാം ഇവിടെ സർക്കാർ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുകയെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതും കൂടിയാണ്. ഏതായാലും സർക്കാരിന്റെ വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടന തീയതി മാറ്റിയിരിക്കുകയാണ്. മറ്റന്നാൾ നടത്താനിരുന്ന ഉദ്ഘാടനം മാർച്ച് 1 മാറ്റിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആർ ശ്രീജിത്തും കാളിദാസൻ ദേവദത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.